ആണ് നമ്മൾ കെമിസ്ട്രിയിലുള്ളത്. +1 ആകെ 14 ചാപ്റ്ററേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുണ്ടാവും, ഏകദേശം ഐഡിയകളൊക്കെ ഉണ്ടാവും. 14 സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ് +1 കെമിസ്ട്രിയിലുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റ് കൂടെ കെമിസ്ട്രി ആണ്. 10th പോലെ അല്ല, +1ഉം +2ഉം കുറച്ചും കൂടെ എളുപ്പമായിട്ടാണ് കെമിസ്ട്രി നമ്മളെ സിലബസ് ഒക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് നേരിട്ട് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ചില ടേമുകൾ, ഞാൻ പറയുന്ന ചില ടേമുകൾ നിങ്ങൾക്ക് അറിയാത്തത് ഉണ്ടാകും. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ മാത്രം വന്ന കുട്ടികളാണ്. അതായത് ഡയറക്റ്റ് ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പിന്നെ ടേമുകൾ മനസ്സിലാകാത്തതോ മറ്റോ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അത് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എല്ലാ കുട്ടികളുടെ അവസ്ഥ അതുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുന്നത് കൃത്യമായിട്ട് പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്ററിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുക. ചാപ്റ്ററിന്റെ പേരെന്താ? സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. നോർമൽ കേസിൽ 5 മാർക്ക് വരെ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് സം ബേസിക് കൺസെപ്റ്റ്. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ള മോൾ കൺസെപ്റ്റ് എന്നുള്ള ടോപ്പിക് ഉണ്ടാവും. മോൾ കൺസെപ്റ്റ് എളുപ്പമായിരുന്നോ ടഫ് ആയിരുന്നോ എന്ന് പറഞ്ഞേ? മോൾ എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ 2ാമത്തെ ചാപ്റ്ററിലെ? സ്റ്റേറ്റ് സിലബസുകാർ 2ാം ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. CBSE-ക്കാര് പഠിക്കാൻ സാധ്യത കുറവാണ്. പഠിച്ച ആളുകൾ എന്ന് പറയും, മോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ ടഫ് ആയിരുന്നോ? നിങ്ങളൊക്കെ അവിടെ ഇല്ലേ? ദോണാക്കി വെച്ചങ്ങാണ്ട് എവിടേക്കും കളിക്കാൻ പോയോ? വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെ? കുഴപ്പമില്ലായിരുന്നു എന്നാ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്ന് മോൾ കൺസെപ്റ്റ് ആണ്. പിന്നെ അതേപോലെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക, വെറുതെ അങ്ങോട്ട് 2 റിയാക്ടന്റ് കൂടി ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാവുമൊന്നുമില്ല. കുറെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏതൊരു കെമിക്കൽ റിയാക്ഷനും സംഭവിക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു 4-5 നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ എംപരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല എന്നുള്ള ഒരു ടോപ്പിക്. പിന്നെ കുറച്ച് കാൽക്കുലേഷൻ, സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ, ലിമിറ്റിംഗ് റിയേജന്റ്, പിന്നെ മൊളാലിറ്റി തുടങ്ങിയ ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് കെമിക്കൽ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളെ പറ്റിയാണ്. സിമ്പിൾ ആണ്. 5 നിയമം പഠിക്കാണ്ട് 2 എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. 1-2 എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്യണതാണ്. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്, അതായത് കെമിക്കൽസ് കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുന്ന കെമിക്കലുകളെ നമ്മൾ എന്തെന്ന് വിളിക്കാം? ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? എനിവൺ പ്ലീസ്? ഒരു റിയാക്ഷൻ നടക്കണം. സപ്പോസ് ശ്രദ്ധിച്ചോ, ഒരു റിയാക്ഷൻ ആണ് A+B gives C. ഇവിടെ എയും ബിയും എന്താണ്? റിയാക്ടന്റുകളാണ്. എയും ബിയും എന്താണ്? റിയാക്ടൻസ്. റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകളെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയാ. മലയാളത്തിൽ അഭികാരകങ്ങൾ എന്ന് പഠിച്ചിട്ടുണ്ടാവും. സി ഇവിടെ എന്താ? സി എന്താണ്? പ്രോഡക്റ്റ്. സി എന്താണ്? പ്രോഡക്റ്റ്. അതായത് റിയാക്ടന്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക?
പ്രോഡക്റ്റ് ഉണ്ടാവുക. റിയാക്ടന്റുകൾ കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവും. അത് ഉൽപ്പന്നം എന്ന് മലയാളത്തിൽ പറയും. അഭികാരകങ്ങൾ കൂടിച്ചേർന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ റിയാക്ടന്റുകൾ കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ ഇതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുക ഒരുപാട് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ബേസ്ഡ് ഓൺ സം ലോസ്, LAWS, ഒരുപാട് ലോകളുടെ അടിസ്ഥാനത്തിലാണ്. ആ ലോകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ആ ലോയെ ഒന്നിച്ച് പറയുന്ന പേരെന്താണ്? ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഏതൊക്കെയാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ പഠിക്കാനുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പൊ ആദ്യം നിങ്ങൾ ചെറുതായിട്ട് നോട്ട് എഴുതി വെക്കണം. എന്താണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് ചോദിക്കും. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ഓരോന്നിലേക്കായിട്ട് ഇങ്ങനെ പോവാം. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. എഴുതി വെച്ചോ. ദ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ്, എലമെന്റുകളുടെ കൂടിച്ചേരൽ. ദ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ടു ഫോം കോമ്പൗണ്ട്, സംയുക്തങ്ങളായിട്ട് മാറാം. ടു ഫോം കോമ്പൗണ്ട്സ് ഈസ് ഗവേൺഡ് ബൈ, അതിനെ കൺട്രോൾ ചെയ്യണത് ഈസ് ഗവേൺഡ് ബൈ സം ലോസ്, LAWS, ചില നിയമങ്ങളാണ്. These are known as laws of chemical combinations. ഈ നിയമങ്ങളുടെ പേരാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അതായത് എലമെന്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ടുകൾ ഉണ്ടാവുക. ഈ എലമെന്റിന്റെ കോമ്പിനേഷൻ, കോമ്പൗണ്ട് ഉണ്ടാവാനുള്ള കോമ്പിനേഷൻ ചില നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ നിയമങ്ങളെ പറയുന്ന പേരെന്താണ്? ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നാണ് പറയാ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഓക്കെ, എന്താണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? മക്കളെ ഓക്കെ ആണോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ലോ നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതായത് മാസ് സംരക്ഷിത നിയമം. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഈ ലോ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അന്റോണിയോ. എഴുതുമ്പോ ആന്റോയിൻ എന്നാണ് എഴുതുക. നമ്മൾ അന്റോണിയോ എന്നാണ് ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. അന്റോണിയോ ലാവോസിയർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കൊണ്ടുവന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഹൂ പ്രൊപ്പോസ്ഡ്, ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഹൂ പ്രൊപ്പോസ്ഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ആന്റോയിൻ ലാവോസിയർ. ലാവോസിയർ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രൊപ്പോസ് ചെയ്തത്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ. ഇപ്പൊ ഒരു റിയാക്ഷൻ ആണ്. C+O2 gives CO2. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറി. C+O2 gives CO2. ഇനി നോക്ക്, കാർബണിന്റെ അറ്റോമിക് മാസ് എത്ര? കാർബണിന്റെ അറ്റോമിക് മാസ് 12. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. O2 എന്ന് പറയുമ്പോൾ അത് ഓക്സിജൻ മോളിക്യൂളായി. അപ്പൊ ഓക്സിജന്റെ മോളിക്യുലാർ മാസ് എത്രയാണ്? 32. ഒരു ഓക്സിജന്റെ മാസ് 16. അപ്പൊ 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ എന്താ കൊടുക്കുക? 16 × 2
ദാറ്റ് ഈസ് 32. അപ്പൊ 12 plus 32 gives CO2 കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ. കാർബൺ ഡയോക്സൈഡ് എന്നുള്ള ഒരു തന്മാത്ര, ഒരു മോളിക്യൂളാണ്. അപ്പൊ അതിന്റെ മോളിക്യുലാർ മാസ് നമ്മൾ എങ്ങനെ കാണാം? നോക്ക്, ഒരു കാർബൺ, അപ്പൊ അതിന്റെ അറ്റോമിക് മാസ് 12 into 1. 1 കാർബൺ ആണ്, അപ്പൊ into 1 പ്ലസ് ഓക്സിജൻ അറ്റോമിക് മാസ് 16 into 2 ഓക്സിജൻ. അപ്പൊ ഇത് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 12 into 1 12 പ്ലസ് 16 into 2 പറഞ്ഞ മക്കളെ എത്രയാണ്? 32 അല്ലേ? 12 32 പാടെ കൂട്ടിയാൽ എത്ര? 44. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ റിയാക്ടന്റ് സൈഡിൽ ടോട്ടൽ മാസ് എത്രയാണ്? റിയാക്ടന്റ് സൈഡ്, അതായത് ആരോ മാർക്കിന്റെ ഇപ്പുറത്തേക്ക് ടോട്ടൽ മാസ് എത്രയാ? 12 plus 32 44 ആണ്. പ്രോഡക്റ്റ് സൈഡിലും ടോട്ടൽ മാസ് എത്രയാണ്? 44 തന്നെയാണ്. അപ്പോ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ സെയിം. റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും ടോട്ടൽ മാസുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഈ ലോയുടെ പേരാണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ ആണോ? അതായത് ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സ് ഫോംഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് കൺസ്യൂംഡ്. എത്ര പ്രോഡക്റ്റ് ആണ് ഉണ്ടായി എന്നുള്ളത് എത്ര റിയാക്ടന്റ് ഉപയോഗിച്ച് തീർന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും. അതായത് രണ്ടും സെയിം ആയിരിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഈ നിയമത്തെ വേറെ ഒരു രൂപത്തിലും കൂടെ പറയാറുണ്ട്. ഏത് രൂപത്തിലാ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഡെഫിനിഷന് പുറമെ വേറെ ഒരു നിർവചനം അതിന് കൊടുക്കാറുണ്ട്. ഏതായിരിക്കും അത്? മാറ്റർ ക്യാൻ, നിങ്ങൾക്ക് അറിയാം, പറഞ്ഞോളി. മാറ്റർ ക്യാൻ, കേട്ടുകണ? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed. അതൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒക്കെ പണ്ട് ഓട്ടോഗ്രാഫിൽ എഴുതിയ സാധനങ്ങളാ. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എന്താ അങ്ങനെ പറഞ്ഞാല്? പദാർത്ഥത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതായത് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പ്രോഡക്റ്റിൽ ഉണ്ടായിരിക്കും, അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇവിടത്തെ ടോട്ടൽ മാസും പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ മക്കളെ, എല്ലാവർക്കും ഇല്ലേ? നിങ്ങളെ ഫോണിൽ ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിന്റെ അവിടെ അങ്ങനെ നെക്കി കഴിഞ്ഞാലേ നിങ്ങൾ സംസാരിച്ച് എനിക്കിങ്ങനെ കേൾക്കും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അത്യാവശ്യം ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. അത് നോക്ക്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഹെഡിങ് കൊടുക്ക്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്നിട്ട് താഴെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ആൻഡോയിൻ ലാവോയ്സിയർ. ലാവോയ്സിയർ ആണ് ഇത് ഉണ്ടാക്കിയത്. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ആൻഡോയിൻ ലാവോയ്സിയർ. ഇനി നമ്മൾ അതിന്റെ ലോ എഴുതാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, ഈ ലോ പറയണത്, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് in a chemical reaction the total mass of the reactants reactantuകളുടെ total mass of the reactants consumed എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചത്. Total mass of the reactants consumed is equal to the total mass of the products formed. The total mass of the products.
സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ ചോദിക്കണം. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ ചെറിയ കുട്ടികളാണ്. സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടേ പോവാവൂ. ഇപ്പൊ തന്നെ തെറ്റി എഴുതരുത്. സ്പെല്ലിംഗ് അറിയാത്തവരൊന്ന് മെസ്സേജ് അയക്കേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ എഴുതും. ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സ് ഫോംഡ്. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ ഡെഫിനിഷൻ ആയി. ഇനി ഇതിനെ വേറെ രൂപത്തിൽ പറയാം. ഏതാണ് രൂപം? ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വേറെ സ്റ്റേറ്റ്മെന്റ് ആണ് മാറ്റർ ക്യാൻ, അടുത്ത ലൈനിലായിട്ട് ഈ പുതിയ ഫോം എഴുതിക്കോ. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്റർ എന്ത് ചെയ്യാൻ പറ്റൂല? നിർമ്മിക്കാനും കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എന്നിട്ട് എക്സാമ്പിൾ എഴുതാ. C+O2 gives CO2. ഇവിടെ അതിന്റെ അറ്റോമിക് മാസ് 12, O2ന്റെ മാസ് 32, CO2ന്റെ മാസ് 44. ഇവിടുത്തെ കൂട്ടിയാലും അവിടുത്തെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ക്ലിയർ ആണല്ലോ. 2 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ഒന്ന്, ഹു പ്രപ്പോസ്ഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ആരായിരുന്നു? ആന്റോയിൻ ലാവോയിസിയർ. പിന്നെ എന്താണ് അതിന്റെ ഡെഫിനിഷൻ? ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് കൺസ്യൂംഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സ് ഫോംഡ്. അതിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എക്സാമ്പിൾ ആയിട്ട് തന്നെ എഴുതാം. C+O2 gives CO2. കാർബണിന്റെ അറ്റോമിക് മാസ് 12, O2ന് 32, അവ CO2ന് 44. അത് ഇവിടത്തെ എല്ലാം കൂടെ കൂട്ടിയാൽ ഇവിടത്തെ മാസ് കിട്ടണം. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ. അപ്പൊ ഒരു ലോ കഴിഞ്ഞു. ക്ലിയർ ആണ് വിചാരിക്കേണ്ടത്. ഞാൻ രണ്ടാമത്തേലേക്ക് പോവാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോ, ക്ലിയർ ചെയ്യും. എക്സാമിന് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ 5 ലോകൾ. ഓക്കെ. രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. അതൊക്കെ ഒന്ന് തന്നെ. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ഫിക്സഡ് പ്രൊപ്പോർഷൻ. ഈ പേരിലൊക്കെ അത് ചോദിക്കും. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ഫിക്സഡ് പ്രൊപ്പോർഷൻ. എന്താണ് ലോ? നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ലോ ആരാണ് കൊണ്ടുവന്നത് നോക്കണം. ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ വാസ് ഡിസ്കവേർഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കൊടുക്കുന്നത്. ആരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കൊടുക്കുന്നത്? ജോസഫ് പ്രൗസ്റ്റ്. ഓക്കെ. ഇനി നമുക്ക് ഈ ലോയിലേക്ക് വരാം. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം. C+O2 gives CO2. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവൂലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. അങ്ങനെ പറയുക. അപ്പോഴല്ലേ ക്ലാസ്സിന് ഒരു രസം ഉണ്ടാവുള്ളൂ. C+O2 gives CO2. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഇനി ഞാൻ വേറെ ഫോമിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കണ്ട. കാൽഷ്യം കാർബണേറ്റ്. ഇതിന് നമ്മൾ ലൈം സ്റ്റോൺ എന്നൊക്കെയാണ് പറയാം. ഈ കാൽഷ്യം കാർബണേറ്റ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ വളരെ രസകരമായ സംഭവങ്ങളിലാണ്. നമ്മൾ ചോക്ക് ഉണ്ടാക്കുന്നിടത്ത് എന്ത് ചെയ്യും? കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിക്കും. മാർബിള്
മാർബിൾ എന്നുള്ളത് കാൽഷ്യം കാർബണേറ്റിന്റെ കോമ്പൗണ്ടാണ്. ചൂയിങ്കം ഉണ്ടാക്കുന്നിടത്ത് ആരോ ഉപയോഗിക്കും? കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിക്കും. അപ്പൊ ചൂയിങ്കം എത്രമാത്രം തിന്നാൻ പറ്റൂല്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ആലോചിക്കാം. കാരണം ചോക്ക് ഉണ്ടാക്കുന്നിടത്ത് ഉപയോഗിക്കാം, മാർബിൾ ഉണ്ടാക്കുന്നിടത്ത് ഉപയോഗിക്കാം. ഇതേ സാധനം തന്നെയാണ് എവിടെ ഉപയോഗിച്ചിരുന്നത്? ചൂയിങ്കം ഉണ്ടാക്കുന്നിടത്ത് ആരും ഉപയോഗിക്കുന്നുണ്ട്? കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ലൈം സ്റ്റോൺ എന്ന പേരിലാണ് അറിയപ്പെടുക കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, അപ്പൊ ഈ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ചൂടാക്കാൻ, ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അവിടെ കിട്ടല് രണ്ട് പ്രോഡക്റ്റാണ്. ഒന്ന്, ഈ കാൽഷ്യവും ഇവിടുത്തെ ഒരു ഓക്സിജനും കൂടെ കൂടിയിട്ട് CaO, കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയും. കാൽഷ്യം ഓക്സൈഡിനെ വിളിക്കുന്ന വേറെ പേരെന്താ? ആർക്കെങ്കിലും അറിയോ? നീറ്റുകക്ക എന്ന് പറയാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും അറിയോ? ക്യുക്ക് ലൈം കേട്ടോ. CBSE-ക്കാര് ചാപ്റ്റർ 1 പഠിക്കേണ്ടത്. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് കാൽഷ്യം ഓക്സൈഡ് കിട്ടും. പ്ലസ് ഇനി ആരെ കിട്ടുക? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് അല്ലെ. ഇനി ഇവിടെ ഒരു C ബാക്കിയുണ്ട്, 2 ഓക്സിജൻ ആണുള്ളത്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് കിട്ടി. അപ്പൊ നോക്ക്, ഇവിടെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കിയത് കാർബണും ഓക്സിജനും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ്. ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കിയതോ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ഒരു കോമ്പൗണ്ട് എടുത്താൽ, അത് എവിടെ നിന്നുണ്ടായാലും കുഴപ്പമില്ല, ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാല്, നോക്ക്, ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാല് അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ CO2 എന്ന് എഴുതുമ്പോ കാർബണിന്റെ മാസ് എത്രയാ? കാർബണിന്റെ മാസ് കാർബൺ 12 അല്ലെ. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണല്ലോ. അപ്പൊ 12:O2 എന്ന് പറയുമ്പോ എത്ര മാസ്? 32. 12:32. ഇനി ഈ കാർബൺ ഡയോക്സൈഡും ഇതേ റേഷ്യോ തന്നെയല്ലേ ഉണ്ടാവുക? 12:32. അതായത് ഏതൊരു പ്രോഡക്റ്റും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സോഴ്സ് എവിടുന്ന് കിട്ടണു നമ്മൾ നോക്കണില്ല, ആ കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് ഇൻ സെയിം പ്രൊപ്പോർഷൻ. ഒരേ എലമെന്റുകൾ അല്ലെങ്കിൽ ഒരേ വെയിറ്റ് ഒരേ അളവിലാണ് എപ്പോഴും ഉണ്ടായിരിക്കുക. കാർബൺ ഡയോക്സൈഡ് ഇവിടുന്ന് കിട്ടിയാലും കാർബൺ ഡയോക്സൈഡ് ഇവിടുന്ന് കിട്ടിയാലും ഒക്കെ കാർബൺ ഡയോക്സൈഡില് കാർബണും ഓക്സിജനും തമ്മിലുള്ള മാസ് റേഷ്യോ എത്രയായിരിക്കും? 12:32 ആയിരിക്കും. 12:32. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ക്ലിയർ ആവുണ്ടോ? ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? അപ്പൊ എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാല്, അതായത് ഏതൊരു കോമ്പൗണ്ട് നമ്മൾ എടുത്താലും അതിലെ എലമെന്റുകൾ തമ്മിലുള്ള റേഷ്യോ, മാസ് റേഷ്യോ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. എപ്പോഴും ഒരേ റേഷ്യോ ആയിരിക്കും. അതിന്റെ പേരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ഫിക്സഡ് പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ നോട്ട് എഴുതാം കേട്ടോ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഓർ കോൺസ്റ്റന്റ് ഓർ ഫിക്സഡ് പ്രൊപ്പോർഷൻ. ക്ലാസ് കേട്ടോ. ഞാൻ ഹെഡിങ് എഴുതി. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? അതിന് താഴെ എഴുതാ, ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ Joseph Proust. എല്ലാവരും പോകും. കുട്ടികൾ പഠിക്കുക. ജോസഫ് പ്രൗസ്റ്റ്. എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻ എഴുതാ. മാമപ്പര ഡെഫിനിഷൻ: ദ സെയിം കോമ്പൗണ്ട്, അല്ലോടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ സെയിം കോമ്പൗണ്ട് always contain the same compound always contain the same elements
combined together in the same fixed proportion by mass. Same fixed proportion by mass. Same fixed proportion by mass. ജസ്റ്റ് ഈ രണ്ട് എക്സാമ്പിൾ എഴുതി വെക്കാം. C+O2 gives CO2. അവിടെയും 12:32. പിന്നെ കാൽഷ്യം കാർബണേറ്റ് gives CaO plus CO2. അവിടെയും CO2 റേഷ്യോ എന്താണ്? 12:32. കഴിഞ്ഞാ പറയണം. ഓക്കെ മക്കളെ, അപ്പൊ ഈ രണ്ട് ലോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ലോ ഓഫ് കൺസർവേഷനും അതേപോലെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും. ഇനി അടുത്ത മൂന്നാമത്തെ ലോയും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. അവസാനത്തെ രണ്ടെണ്ണം അങ്ങനെ ചോദിച്ച് കാണാറില്ല. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ ലോ law of multiple proportion. Law of multiple proportion. Law of multiple proportion. ഈ law of multiple proportion പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ജോൺ ഡാൾട്ടൺ എന്നാണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ. അതിൽ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്, ശ്രദ്ധിച്ചോ. ഇപ്പൊ നമ്മള് C+O എന്താ കിട്ടുക? സിയും ഒരു ഓയും മാത്രം. കാർബൺ മോണോക്സൈഡ് കിട്ടും. യഥാർത്ഥത്തിൽ അതിന്റെ റിയാക്ഷൻ ഇങ്ങനെയൊന്നുമല്ല. 2C+O2 gives 2CO. അങ്ങനെയാണ്. ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറയാണ്. C+O gives CO. ഇനി C+O2 gives എന്താ കിട്ടുക? കാർബൺ ഡയോക്സൈഡ് CO2. C+O gives CO. C+O2 gives CO2. ഓക്കെ, ഇവിടെ നമുക്ക് ആകെ രണ്ട് എലമെന്റ് ഉള്ളത്. ഏതൊക്കെയാ? ഒന്ന് കാർബണും ഒന്ന് ഓക്സിജനും. അങ്ങനെ രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്ത് ഒന്നിലധികം പ്രോഡക്റ്റ് കിട്ടുക അല്ലെ. ഇവിടെ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് കിട്ടി, CO. ഇവിടെ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് കിട്ടി, CO2. ഓക്കെ ആണല്ലോ. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അവ രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്ത് ഒന്നിലധികം പ്രോഡക്റ്റ് കിട്ടിയാൽ, ഇനി നമ്മൾ പ്രോഡക്റ്റിന്റെ സൈഡിലേക്ക് നോക്കാം. ഇവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഫിക്സഡ്, അതായത് ഒരേ അളവിൽ നിൽക്കുന്ന എലമെന്റ്. അതാരാ? കാർബൺ അല്ലെ. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. അപ്പോ ഈ ഫിക്സഡ് ആയിട്ടുള്ള എലമെന്റിലേക്ക് കമ്പൈൻ ചെയ്ത എലമെന്റ് അതാരാ? ഫിക്സഡ് ആയ എലമെന്റിലേക്ക് കമ്പൈൻ ചെയ്ത എലമെന്റ്. അപ്പൊ അതാരായിരിക്കും? ഓക്സിജൻ. ഫിക്സഡ് എലമെന്റിലേക്ക് കമ്പൈൻ ചെയ്ത എലമെന്റ് ഓക്സിജൻ. ആ ഓക്സിജനുകൾ തമ്മിൽ ഈ റിയാക്ഷനിലാവുമ്പോൾ ഓക്സിജൻ ആണ് ഫിക്സഡിലേക്ക് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ആ ഓക്സിജനുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ കീപ്പ് ചെയ്യുന്നു. ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും.
അല്ലെ? ഇവിടെ ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാ? ഒരു ഓക്സിജൻ ഉള്ളൂ, അപ്പൊ 16. ഇവിടെ O2 ആണ്, അപ്പൊ മാസ് എത്ര വരിക? 32. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എത്ര റേഷ്യോ? 1:2 എന്നല്ലേ? അല്ലെ? 16:32 എന്ന് പറഞ്ഞാൽ 1:2 എന്നുള്ള റേഷ്യോ അല്ലേ? ഇതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെയും 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക? 1:2 എന്ന് കിട്ടൂലേ? മനസ്സിലായില്ല? കിട്ടും. അതായത് റേഷ്യോ നമ്മൾ എങ്ങനെ കാണാം? ഇങ്ങനെ വലിയ ഡിജിറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് ഉള്ളതിൽ ചെറിയത് കൊണ്ട് രണ്ടാളെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ റേഷ്യോ കിട്ടും. അവിടെ 32 ഉണ്ട്, 16 ഉണ്ട്. അവ രണ്ടാളെ എന്ത് ചെയ്യുക? ചെറുതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 1:2 എന്ന് കിട്ടും. 1:2. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. പിന്നെ രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്ത് മോർ ദാൻ 1 കോമ്പൗണ്ട് ഉണ്ടാവുക, ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ദ എലമെന്റ് കമ്പൈൻഡ് വിത്ത് ഫിക്സഡ് എലമെന്റ്, ഫിക്സഡ് എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന എലമെന്റ് അവര് തമ്മിൽ എന്തായിരിക്കും? ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. സിമ്പിൾ റേഷ്യോ. സിമ്പിൾ റേഷ്യോ എന്ന് പറഞ്ഞാല് 1:2 അല്ലെങ്കിൽ 1:3, 2:3 അങ്ങനെ തൊട്ടടുത്ത റേഷ്യോയിലായിരിക്കണം. അതിനെയാണ് സിമ്പിൾ റേഷ്യോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, കാരണം നിങ്ങൾ ആ യെസ്സിനൊന്നും ഒരു ഗാംഭീര്യം പോരാ. എവിടേക്കോ ചില കുറവുകൾ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. നോക്കാം. അത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. അയാൾ പറഞ്ഞത് രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്യുക, മോർ ദാൻ 1 പ്രോഡക്റ്റ് ഉണ്ടാവുക. അല്ലെ? കാർബൺ ഓക്സിജനും കൂടി ചേർന്ന് CO ഉണ്ടായി, അതേപോലെ CO2 ഉണ്ടായി. അങ്ങനെ വരുമ്പോ ഫിക്സഡ് എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന എലമെന്റുകൾ, ഇതാണ് ഫിക്സഡ് എലമെന്റ്, അതുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന എലമെന്റുകൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. ഫിക്സഡ് എലമെന്റ് കാർബൺ ആണ്, കമ്പൈൻ ചെയ്യുന്നത് ആരാണ്? അവരേറ്റ് ഓക്സിജൻ ആണ്. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. അപ്പൊ ഓക്സിജനുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:2, എ സിമ്പിൾ റേഷ്യോ. ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്നിട്ട് അതിൽ എഴുതാം, ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. ഇനി ആ ലോ എന്താന്ന് എഴുതിക്കോ. വെൻ 2 elements, രണ്ട് എലമെന്റുകൾ, when 2 elements combine to form more than 1 compound, ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാക്കാം. more than 1 compound comma the different masses of one of the elements, different masses of one of the elements which combine with a fixed mass of the other, bear a simple ratio. BEAR, അതിനുണ്ടായിരിക്കും എന്നാണ് മീനിങ്. bear a simple ratio.
എന്നിട്ട് നിങ്ങൾ ഈ എക്സാമ്പിൾ എഴുതി വെക്ക്. C+O gives CO, C+O2 gives CO2. എന്നിട്ട് എന്ത് ചെയ്യാ, ആ ഓയും O2 തമ്മിലുള്ള റേഷ്യോ 1:2. 16:32 ചെറുതാക്കിയാൽ എന്താവും, 1:2 റേഷ്യോ കിട്ടുന്നു. ഓക്കെ, ക്ലിയർ ആയോ? മക്കളെ ഓക്കെ ആണോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ഓക്കെ സാർ. ആ, നിങ്ങൾ കഴിഞ്ഞാൽ പറയാൻ കേട്ടോ, ആരെങ്കിലും ഒരാളെങ്കിലും പറയണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല. ഇപ്പൊ ഓഫ്ലൈൻ ക്ലാസ് പോലെ നിങ്ങൾ കാണണമെന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ പറയാ. ഞാൻ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വീഡിയോ ഓൺ ആക്കാൻ പറ്റുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഓൺ ആക്കിയാൽ എനിക്ക് ഏകദേശം അവരെ എക്സ്പ്രഷൻ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തീരുമാനം എടുത്തിട്ട് പറഞ്ഞാൽ മതി കഴിഞ്ഞു എന്നുള്ളത്. ഇനി നമ്മൾ 4ാമത്തെ ലോയിലേക്ക് പോവാണ്. 4ാമത്തെ ലോ ഗെ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. 4ാമത്തെ ലോ ഇതാണ്, ഗെ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ഗ്യാഷ്യസ് വോളിയവുമായി ബന്ധപ്പെട്ട ഗെ-ലൂസാക്കിന്റെ ലോ. സിമ്പിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. നോക്ക്, H2 plus Cl2 gives 2HCl. ഹൈഡ്രജൻ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുക? ഏത് സ്റ്റേറ്റിലാ? ഗ്യാസിയസ്. അപ്പൊ നമ്മൾ ഗ്യാസ് ഇവിടെ എഴുതി. ക്ലോറിനോ? ക്ലോറിൻ ഗ്യാസ്. ക്ലോറിനും ഗ്യാസാ. ഹൈഡ്രജൻ ക്ലോറൈഡ് ഏത് സ്റ്റേറ്റാ? അതും ഗ്യാസാ. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവുമ്പോൾ ലിക്വിഡ് ആണ്, കാരണം അപ്പൊ അതിൽ വെള്ളം ചേർക്കണം. അല്ലെങ്കിൽ അതേതാണ്, ഗ്യാസ് സ്റ്റേറ്റിലാണ്. അപ്പൊ ഇവിടെ റിയാക്റ്റന്റുകളും പ്രോഡക്റ്റുകളും ഒക്കെ ഗ്യാസ് സ്റ്റേറ്റിലാണല്ലോ. റിയാക്റ്റന്റും ഗ്യാസ്, പ്രോഡക്റ്റും ഗ്യാസ്. അങ്ങനെ വരുമ്പോ ഇവര് തമ്മിലുള്ള വോളിയം റേഷ്യോ നമ്മൾ നോക്കുക. വോളിയം, അതായത് മോളാണ് ഉദ്ദേശിക്കുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ മോൾ എന്നുള്ളതാണ്. ഇവിടെ എത്ര മോളാ? H2 എത്ര മോളാ അവിടെ തന്നിട്ടുള്ളത്? ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എത്രന്നാണ്? 1. അപ്പൊ H2 1 മോള്. Cl2 1 മോള്. HCl 2 അല്ലെ, 2 മോൾ. അപ്പൊ ഇവിടെ റിയാക്റ്റന്റുകളും പ്രോഡക്റ്റുകളൊക്കെ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:1:2 എന്നാണ്. 1:1:2. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റിയാക്റ്റന്റുകളും പ്രോഡക്റ്റുകളൊക്കെ ഗ്യാസ് സ്റ്റേറ്റിലാണെങ്കിൽ അവര് തമ്മിലുള്ള വോളിയം റേഷ്യോ, വോളിയം വെച്ചിട്ട് അവർ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. അവർ തമ്മിലുള്ള വോളിയം റേഷ്യോ ബിറ്റ്വീൻ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഇൻ എ സിമ്പിൾ റേഷ്യോ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗെ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയം. ഒന്നുകൂടെ പറയാം, റിയാക്റ്റന്റുകളും പ്രോഡക്റ്റുകളും ഒക്കെ ഗ്യാസ് സ്റ്റേറ്റിലാണെങ്കിൽ എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വോളിയംസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ്. റിയാക്റ്റന്റുകളും പ്രോഡക്റ്റുകളും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടായിരിക്കും. ഇതിനെ പറഞ്ഞ പേരാണ് ഗെ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയം. ഓക്കെ,
Clear? Yes, sir. Okay. Just to note ചെയ്തോ. Gay-Lussac's law of gaseous volume. അതാരാ പ്രപ്പോസ് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ എഴുതുക? ഗേ-ലൂസാക്ക്. അതുകൊണ്ട് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്തില്ല. ഗേ-ലൂസാക്ക് ആണ് പ്രപ്പോസ് ചെയ്തത്. അയാളെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോ ഇനി ആ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. when gases combine to form gaseous products. When gases combine to form gaseous products. രണ്ടോ അതിലധികമോ ഗ്യാസുകളൊക്കെ കൂടിച്ചേർന്ന് gaseous product തന്നെ ഉണ്ടാവുക. gaseous products, comma, a simple ratio exists between the volumes of vyaptam, VOLUMES, the volumes of reactants and products at constant temperature and pressure. Constant temperature and pressure. എന്നിട്ട് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് അത് എഴുതിക്കുക. H2 plus Cl2 gives 2HCl. ഗ്യാസ് സ്റ്റേറ്റ് ആണെന്ന് കാണിക്കണം. താഴെ വോളിയം റേഷ്യോ 1:1:2. കഴിഞ്ഞോ? കഴിഞ്ഞു സർ. നമ്മള് ലാസ്റ്റത്തെ ലോ, 5ാമത്തെ ലോയിലേക്ക് പോവാം. 5ാമത്തെ ലോ നിങ്ങൾ 10th പഠിച്ചു തന്നെ ആയിരിക്കും. അവഗാഡ്രോസ് ലോ. അവഗാഡ്രോ നിയമം, അവഗാഡ്രോസ് ലോ. എന്താണ് അവഗാഡ്രോസ് ലോ പറഞ്ഞത്? അവഗാഡ്രോസ് ലോ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ ചേഞ്ച് ചെയ്യണില്ല. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിൽ ഏത് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് അവഗാഡ്രോസ് ലോ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അതായത് ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ. മോള് സെയിം ആണെങ്കിൽ മോളിക്യൂള് സെയിം ആവും. ഇനി നമ്മൾ പഠിക്കും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോ തുല്യ വോളിയം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾ എന്തായിരിക്കും? അതിന് തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ അവഗാഡ്രോസ് ലോ എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ, അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ എന്താന്ന് എഴുതി വെച്ചോ. അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് temperature and pressure, similar conditions of temperature and pressure,
കോമ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ്, ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ്, ഏതൊരു ഗ്യാസ് തുല്യ അളവിലെടുത്താലും ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്, same number of molecules. Equal volumes of all gases contain same number of molecules. Same number of molecules. അതിനെ പറഞ്ഞ പേരാണ് അവഗാഡ്രോസ് ലോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഒരു 3 മിനിറ്റ് സമയം തരാം. ഈ 5 ലോയും ഒന്ന് വേഗം വായിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ആൾക്കാർ ഉത്തരം പറയാം. അതിന് ശേഷം അടുത്ത ഏരിയയിലേക്ക് പോകും. വായിച്ചു കഴിഞ്ഞാൽ പറയട്ടാ. ആ 5 ലോ ക്ലിയർ ആയവരൊക്കെ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഒന്നിൽ കൈ പൊക്കിയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ പറയും, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, 4. അപ്പൊ ഏകദേശം എല്ലാവർക്കും ഓക്കെയാണ്. ഒന്നുകൂടെ പറയോ? ഏത് 5 ലോയും ഒന്നുകൂടെ പറയണം. ലാസ്റ്റ് ലോ ഒന്നുകൂടെ പറയാം. ഓക്കെ, ലാസ്റ്റ് ലോ. ഓക്കെ, അവഗാഡ്രോസ് ലോ ആണ് ലാസ്റ്റ് ഉള്ളത്. അവഗാഡ്രോസ് ലോ പറഞ്ഞത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആക്കി വെക്കുക, മാറ്റമില്ലാതെ വെക്കുക. അങ്ങനെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ്, ഏത് ഗ്യാസിന്റെ ഈക്വൽ വോളിയം എടുത്താലും, സപ്പോസ് ഓക്സിജൻ 5 ലിറ്റർ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്സിജൻ 5 ലിറ്റർ എടുത്തു, അല്ലെങ്കിൽ ഹൈഡ്രജൻ 5 ലിറ്റർ എടുത്തു, വേറെ ഗ്യാസാണ് അമോണിയ 5 ലിറ്റർ എടുത്തു.
ഏതിന്റെയും ഈക്വൽ വോളിയം എടുക്കുകയാണെങ്കിൽ ദാറ്റ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അവിടെ മോളിക്യൂളുകളുടെ എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പൊ 5 ലിറ്റർ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോളിക്യൂൾ അവിടെ ഉണ്ടാവും. 5 ലിറ്റർ ഹൈഡ്രജൻ എടുത്താല് ഹൈഡ്രജന്റെ മോളിക്യൂളിന്റെ എണ്ണം എന്തായിരിക്കും? ആ ഓക്സിജന്റെ മോളിക്യൂളിന്റെ അതേ എണ്ണമായിരിക്കും. എലമെന്റ് വ്യത്യാസം ഉണ്ടെങ്കിലും എണ്ണം സെയിം ആയിരിക്കും. അതാണ് ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതാണ് അവഗാഡ്രോസ് ലോ. ക്ലിയർ ആടാ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചെറിയ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ഹെഡിങ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഒക്കെ കഴിഞ്ഞു. അടുത്ത ചെറിയ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. 2 മാർക്കിനാണ് ചോദിക്കുക. ഒരു 3-4 പോയിന്റാണ് നമുക്ക് വേണ്ടി വരിക. ഹെഡിങ് എഴുതിക്കോ, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടന്റെ ആറ്റവുമായി ബന്ധപ്പെട്ട തിയറികളാണ്. അതിൽ അദ്ദേഹം പറയണത് ഏതൊരു പദാർത്ഥവും, അതായത് മാറ്റർ എന്ന് പറഞ്ഞാൽ പദാർത്ഥം, വസ്തു എന്നൊക്കെ ഉള്ളതാണ്. ഈ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്ത് വെച്ചിട്ടാ? മാറ്റർ, വസ്തുക്കളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറിയ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. അതിനവരെ ആറ്റംസ് എന്നാണ് വിളിക്കുക. അതായത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. ആറ്റംസ് എന്ന് പറയുന്ന ഇൻഡിവിസിബിൾ ആയ, വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത അത്തരം ചെറിയ വസ്തുക്കൾ വെച്ചിട്ടാണ് എല്ലാ മാറ്റേഴ്സും, വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് തോന്നും ആറ്റത്തെ വീണ്ടും ഡിവൈഡ് ചെയ്തൂടെ? ആറ്റത്തെ ചെറുതാക്കാൻ പറ്റൂലേ? പറ്റൂല്ലേ? പറ്റും അല്ലെ? ആറ്റത്തെ നമുക്ക് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം. പക്ഷെ അന്ന് ഈ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി വരുന്ന കാലത്ത് ആ ഡിവിഷൻ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അപ്പൊ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്നുള്ള ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 4-5 നമുക്ക് എഴുതാണ്ട് ഓരോന്ന് എഴുതലും പറയലും ഒന്നിച്ചിങ്ങനെ ആയിക്കോട്ടെ. ആദ്യം ഹെഡിങ് കൊടുക്കുക, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. എന്നിട്ട് അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എഴുത്, matter is made up of indivisible particles. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത വസ്തുക്കളെ കൊണ്ട് indivisible particles called atoms. അതായത് ആറ്റം എന്ന് പറയപ്പെടുന്ന വളരെ ചെറിയ പാർട്ടിക്കിൾ വെച്ചിട്ടാണ് മാറ്റർ, പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണോ? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. മക്കളെ ഓക്കെ ആയിക്കണോ? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എഴുതിക്കോ. എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുതരാം. രണ്ടാമത്തെ പോയിന്റ്, ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ്, ഒരേ എലമെന്റിന്റെ ആറ്റങ്ങൾ, ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ മാസ്, വെയിറ്റ്, ആർ ഐഡന്റിക്കൽ ഇൻ മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. Atoms of the same element are identical in mass and other properties. അത് ഒരേ എലമെന്റിന്റെ ആറ്റങ്ങളൊക്കെ ഒരേ മാസ് കാണിക്കുന്നതാണ്, ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ്. Atoms of the same element are identical in mass and other properties. ഒരേ എലമെന്റിന്റെ ആറ്റങ്ങളൊക്കെ ഒരേ ആറ്റങ്ങളായിരിക്കും. അപ്പൊ അതിന്റെ മാസ് സെയിം ആണ്, അതിന്റെ പ്രോപ്പർട്ടിയും സെയിം ആയിരിക്കും. സപ്പോസ് N2, നൈട്രജൻ എന്നുള്ള എലമെന്റ് N2 നമ്മൾ എടുക്കാം. N2 എന്ന് പറയുമ്പോൾ അതിൽ 2 നൈട്രജൻ ആറ്റല്ലേ ഉണ്ടാവൂലേ?
ഈ രണ്ട് നൈട്രജൻ ആറ്റത്തിന്റെയും അറ്റോമിക് മാസ് സെയിം ആണ്. ഈ രണ്ടാളുടെയും പ്രോപ്പർട്ടിയും സെയിം ആയിരിക്കും. അതാണ് ഈ പറഞ്ഞത്. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എഴുത്. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ്, ഡിഫറെന്റ് എലമെന്റുകളുടെ ആറ്റം, ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് have different properties. Atoms of different elements have different properties. വ്യത്യസ്ത എലമെന്റുകളുടെ ആറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കും. Atoms of different elements have different properties. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എഴുതാം. ഇപ്പൊ കോമ്പൗണ്ടുകൾ, അതായത് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ അവിടെ നമ്മൾ സെയിം എലമെന്റ് ആണോ ഡിഫറെന്റ് എലമെന്റ് ഏതാ ഉപയോഗിക്കേണ്ടി വരിക? ഡിഫറെന്റ് എലമെന്റ്. ആ കോമ്പൗണ്ട് ആവുമ്പോൾ ഡിഫറെന്റ് എലമെന്റ് വേണം. മോളിക്യൂൾ ആവുമ്പോൾ സെയിം എലമെന്റും ആവാം ഡിഫറെന്റ് എലമെന്റും ആവാം. അങ്ങനല്ലേ? അല്ലെ, മോളിക്യൂൾ എന്ന് പറഞ്ഞാലേ O2 എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ആണ്. അവിടെ ഓക്സിജന്റെ സെയിം എലമെന്റ് ആണ്. കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ആണ്. അവിടെ കാർബണും ഓക്സിജനും ഡിഫറെന്റ് എലമെന്റ് ആണ്. അപ്പൊ മോളിക്യൂൾ ഫോം ചെയ്യാന് സെയിം എലമെന്റുകളോ അല്ലെങ്കിൽ ഡിഫറെന്റ് എലമെന്റുകളോ കമ്പൈൻ ചെയ്യാം. കോമ്പൗണ്ട് ആവണമെങ്കിലോ ഡിഫറെന്റ് എലമെന്റ് തന്നെ ആയിരിക്കണം. അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് എഴുത്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് by the combination of atoms of different elements, atoms of different elements, atoms of different elements in a fixed ratio, in a fixed ratio. Compounds are formed by the combination of atoms of different elements in a fixed ratio. ലാസ്റ്റ് ഒരൊറ്റ പോസ്റ്റ്ലേറ്റും കൂടെ ആയാൽ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഈസ് ഓവർ. അഞ്ചാമത്തെ പോസ്റ്റ്ലേറ്റ് ആയിട്ട് വരിക. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, ഈ 5 പോസ്റ്റ്ലേറ്റ് ആണ് എന്തുള്ളത്? ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഉള്ളത്. വേഗം ഒന്നുകൂടി വായിക്കും, ഒറ്റ മിനിറ്റ് സമയം, വേഗം വായിക്കും. വായിച്ചു കഴിഞ്ഞാൽ പറയട്ടോ. കഴിഞ്ഞു. ഓക്കെ, എന്നാ അമൃതശ്രീ നീ ഇത് പറഞ്ഞോ. ആ 5 ആദ്യത്തെ 2 പോസ്റ്റ്ലേറ്റ് ഒന്ന് വായിച്ച. Matter is made up of indivisible particles called atoms. ഓക്കെ, Atoms of the same element are identical in mass and other properties. ഓക്കെ, മൂന്നാമത്തും കൂടെ വായിച്ചോ, റിലേറ്റ് ചെയ്യേണ്ടതാണ്. Atoms of different elements have different properties. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അതായത് 3 പോസ്റ്റ്ലേറ്റ് നമ്മളെ അമൃതശ്രീ വായിച്ചു കഴിഞ്ഞു. അതായത് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്,
ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണ് അതിനെ നമ്മൾ ആറ്റംസ് എന്നാണ് വിളിക്കുക. പിന്നെ പറഞ്ഞത് ഒരേ ആറ്റം, ഒരേ എലമെന്റിന്റെ ആറ്റങ്ങളൊക്കെ സെയിം മാസ് ആയിരിക്കും, അതേപോലെ തന്നെ സെയിം മാസ് ആയിരിക്കും, സെയിം പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുക. ഡിഫറെന്റ് എലമെന്റിന്റെ ആറ്റങ്ങളോ ഡിഫറെന്റ് മാസ് ആയിരിക്കും, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. ഇനി ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മളെ ഉമ്മു ഹബീബ ഒന്ന് വായിച്ചേ. നിങ്ങളുടെ പേരന്റെയാണ് അവിടെ ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ വായിക്കും. ഒന്ന് വായിച്ചു നോക്ക്. Formed Okay. by the combination of atoms of different element in a fixed ratio. Atom can neither be created nor be destroyed. യെസ്, ഓക്കെ. അതായത് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത് ഡിഫറെന്റ് എലമെന്റുകൾ ഒരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ്. പിന്നെ അഞ്ചാമത്തത് ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ ഇനി ചോദിച്ച രണ്ടാളുടെ ചോദിക്കൂല, ബാക്കിയുള്ളവരോടാണ് ചോദിക്കുക. അപ്പൊ അതൊരു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ചില ടോപ്പിക്ക് 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല കുറച്ച് കാര്യങ്ങളൊന്നും ഇങ്ങനെ ഓർമ്മിച്ചെടുക്കലാണ്. ടോപ്പിക് എഴുതിക്കോ. അറ്റോമിക് മാസ് ആൻഡ് മോളിക്യുലാർ മാസ്. അറ്റോമിക് മാസ് ആൻഡ് മോളിക്യുലാർ മാസ്. നോക്ക്, ഒരു ആറ്റത്തിന്റെ മാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അറ്റോമിക് മാസ് എന്ന് വിളിക്കുക അല്ലെ? ഒരു ആറ്റത്തിന്റെ മാസ്, അതിന്റെ വെയിറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അറ്റോമിക് മാസ്. അതേസമയം മോളിക്യൂള് CO2 H2O പോലെയുള്ള മോളിക്യൂൾ ആയിക്കഴിഞ്ഞാൽ അതിന്റെ മാസിനെ പറയുന്ന പേരെന്തായിരിക്കും? മോളിക്യുലാർ മാസ് എന്നാണ് വിളിക്കുക. ആറ്റത്തിന്റെ മാസ് അറ്റോമിക് മാസ്, മോളിക്യൂളിന്റെ മാസ് മോളിക്യുലാർ മാസ്. നമുക്കിവിടെ നമ്മൾ പഠിച്ചു വെച്ച ഒരു കേസ് അങ്ങനെയാണ്. നമുക്കിവിടെ ആദ്യം അറ്റോമിക് മാസ് യൂണിറ്റ് എന്താന്ന് ചോദിക്കും. വാട്ട് ഈസ് 1 AMU? അറ്റോമിക് മാസ് യൂണിറ്റ് 1 AMU എന്താന്ന് ചോദിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു ആറ്റത്തിന്റെയും മാസിനെ കണക്കാക്കിയിട്ടുള്ളത് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആറ്റം ഉണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മളെ ക്ലാസ് റൂമിലെ കുട്ടികളെ നമ്മൾ എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യാം? ഒരു കുട്ടി നന്നായിട്ട് പഠിക്കും എന്ന് അവളെ നോക്കിയിട്ടല്ല പറയാം, മറ്റാൾക്കാരെ നോക്കിയിട്ടല്ലേ. മറ്റൊരാരും കുറച്ച് ബാക്കിലാണ്, അപ്പൊ ഈ കുട്ടി ബ്രൈറ്റ് ആണെന്ന് പറയും. അല്ലെങ്കിൽ ഒരു കുട്ടി നന്നായിട്ട് പാട്ട് പാടും എന്നുള്ള എന്ത് നോക്കിയിട്ടാ പറയാ? വേറെ കുട്ടികളെ കമ്പയർ ചെയ്തിട്ടാ. അതേപോലെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആറ്റം എടുക്കും. കമ്പയർ ചെയ്യാൻ എടുക്കുന്ന ആറ്റം കാർബൺ ആണ്. കാരണം ആ കാലത്ത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് കാർബണിന്റെ ഒരു ഐസോട്ടോപ്പ് ആയിരുന്നു. കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? അറ്റോമിക് മാസ് ഓഫ് കാർബൺ എത്ര വരിക? 12. അപ്പൊ നമ്മള് അറ്റോമിക് മാസ് യൂണിറ്റ് 1 AMU എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാർബൺ 12 ആറ്റത്തിന്റെ എത്ര മടങ്ങ് 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിന്റെ 1/12 ടൈംസ്, അതായത് 12 മടങ്ങ് എന്ന് പറയുന്ന ടേമിനെയാണ് 1 AMU എന്ന് പറയാം. അത് ഏതൊരു ആറ്റത്തിന്റെയും മാസ് നമ്മൾ കാണല് ഈ കാർബൺ 12 കമ്പയർ ചെയ്തിട്ടാണ്. അപ്പൊ അത് വെച്ചിട്ട് വന്നൊരു ടേമാണ് 1 AMU, 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്നുള്ളത്. അത് കാർബൺ 12 ആറ്റത്തിന്റെ എത്ര മടങ്ങ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ പേരാണ് 1 AMU, 1 അറ്റോമിക് മാസ് യൂണിറ്റ്. അത് നിങ്ങൾ താഴെ ഈ ഹെഡിങ്ങിന്റെ താഴെ ചെറിയൊരു ഹെഡിങ് എഴുതി 1 AMU, 1 അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ് 1 AMU, 1 അറ്റോമിക് മാസ് യൂണിറ്റ്? ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്ക്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കലുണ്ട്. 1 AMU എന്താന്ന് എഴുതിക്കോ? The mass equal to EQUAL, അങ്ങനെ തന്നെ എഴുതാം. The mass equal to 1/12 mass of
1/12th mass of carbon 12 atom. The mass equal to 1/12th mass of carbon 12 atom. കാർബൺ 12 ആറ്റത്തിന്റെ 12 മാസ്. അതിനെ പറഞ്ഞ പേരാണെന്ത്? 1 AMU, 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, ഇത് മാത്രമേ പുതിയൊരു ടേം ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ പഠിച്ച സാധനം തന്നെയാണ്. അറ്റോമിക് മാസ് യൂണിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദ മാസ് ഈക്വൽ ടു, എന്തിന് ഈക്വലാ? 1/12th മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അതിനെയാണ് 1 AMU, 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആയിക്കണോ? മക്കളെ ഓക്കെ ആണോ AMU എന്നുള്ളത്? ഓക്കെ, ഇനി നമ്മള് നോർമൽ അറ്റോമിക് മാസിലേക്ക് തന്നെ വാ. അറ്റോമിക് മാസ് അല്ലെ, ചില എലമെന്റുകളുടെ ഒക്കെ അറ്റോമിക് മാസ് നമുക്കറിയാം. ഇപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം, അറ്റോമിക് മാസസ് ഓഫ് സം എലമെന്റ്സ്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് നോക്ക്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 എന്നുള്ളതാണ്, നോട്ട് ചെയ്യണം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1. കാർബണിന്റെ അറ്റോമിക് മാസോ 12. കാർബണിന്റെ അറ്റോമിക് മാസ് 12. നൈട്രജന്റെ അറ്റോമിക് മാസ് 14. നൈട്രജൻ 14. ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. അതൊക്കെ നോട്ട് ചെയ്യണ ആവശ്യം വരും. ഓക്സിജൻ 16. സൾഫറിന്റെ അറ്റോമിക് മാസ് 32. സൾഫർ 32. കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് 40. പ്രധാനപ്പെട്ട ചില എലമെന്റുകളെ നോട്ട് ചെയ്തു. ഹൈഡ്രജൻ 1, കാർബൺ 12, നൈട്രജൻ 14, ഓക്സിജൻ 16, സൾഫർ 32, കാൽഷ്യം 40. ഓക്കെ, ചില അറ്റോമിക് മാസുകളൊക്കെ നമ്മൾ ഇവിടെ തന്നു. ഇനി ഞാൻ കുറച്ച് മോളിക്യൂൾ എഴുതും, അതിന്റെ മോളിക്യുലാർ മാസ് നിങ്ങൾ കണ്ടിട്ട് പറയണം. 10th പഠിച്ചതാണ്, ഓർമ്മ ഉണ്ടാവൂലേ? ഒന്ന് ഞാൻ ചെയ്തുതരും, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ, മോളിക്യുലാർ മാസ്, മോളിക്യൂളിന്റെ മാസാണ് നമ്മൾ കാണേണ്ടത്. അറ്റോമിക് മാസുകൾ നിങ്ങൾക്ക് അറിയാം, ഇത് വെച്ചിട്ടുള്ളതേ ചെയ്യാൻ തരുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന കോമ്പൗണ്ട് H2O, ഒരു മോളിക്യൂളാണ് H2O. H2Oയുടെ മോളിക്യുലാർ മാസ് എത്ര വരിക? മോളിക്യുലാർ മാസ് എങ്ങനെ കാണാം? ഒന്നും കൂടെ നോക്ക്, എങ്ങനെ കാണാൻ നോക്ക്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 അല്ലേ? അപ്പൊ 1 ഇൻറ്റു, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ 1 ഇൻറ്റു 2 പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. ഒരു ഓക്സിജനേ ഉള്ളൂ, അതുകൊണ്ട് ഇൻറ്റു 1. അപ്പൊ 2 പ്ലസ് 16 ഈക്വൽ ടു 18. ഓക്കെ, അപ്പൊ വാട്ടറിന്റെ മോളിക്യുലാർ മാസ് നിങ്ങൾ കണ്ടു 18. ഇനി ഞാൻ 2-3 കോമ്പൗണ്ട് ഇവിടെ എഴുതാം, അവരുടെ മോളിക്യുലാർ മാസ് നിങ്ങൾ കാണാം. ഒന്ന് CO2, NH3, H2SO4. ഇവിടെ ഇത് കാണുക. കാൽഷ്യം കാർബണേറ്റ് CaCO3. ഈ ടീമിന്റെ ഒക്കെ മോളിക്യുലാർ മാസ് ഒന്ന് കാണാൻ.
പിന്നെ ഇവിടെ ഒരാൾ അറ്റോമിക് മാസും കൂടെ നമ്മൾ നോട്ട് ചെയ്യണം. എപ്പോഴും ആവശ്യം വരുന്ന ഒന്നാണ്. ക്ലോറിൻ 35.5, സോഡിയം 23. അറ്റോമിക് മാസിലെ ഈ രണ്ടാളും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. ക്ലോറിൻ 35.5, സോഡിയം 23. ഇനി ഈ 4 മോളിക്കുലാർ മാസ് വേഗം കണ്ട. 10 മിനിറ്റ്. സൗണ്ട് കൊടുക്ക. കഴിഞ്ഞോ? കഴിഞ്ഞാ പറയൂ. കഴിഞ്ഞു സർ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എത്ര കിട്ടി? 44. കാർബൺ ഡൈ ഓക്സൈഡ് 44. NH3 അമോണിയ എന്ത് കിട്ടി? 17. H2SO4 സൾഫ്യൂരിക് ആസിഡ് എന്താ കിട്ടുക? 98. സൾഫ്യൂരിക് ആസിഡ് 98. CaCO3 കാൽഷ്യം കാർബണേറ്റ് എന്ത് കിട്ടി? 100. കാൽഷ്യം കാർബണേറ്റ് 100. മോളിക്കുലാർ മാസ് കാണാൻ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മള് അടുത്ത ചെറിയൊരു ടോപ്പിക് കൂടി എടുത്തിട്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് എടുക്കാനുള്ളത് നല്ല രസകരമായ ഒരു ടോപ്പിക്കാണ്. അതായത് മോൾ കൺസെപ്റ്റ്. നമുക്ക് ഇന്ന് തുടങ്ങിയാലും എവിടെ എത്തൂല. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് അത് എടുക്കുള്ളൂ. അടുത്ത ഹെഡിങ് ഗ്രാം അറ്റോമിക് മാസ് ആൻഡ് ഗ്രാം മോളിക്കുലാർ മാസ്, GAM and GMM. ഗ്രാം അറ്റോമിക് മാസ് ആൻഡ് ഗ്രാം മോളിക്കുലാർ മാസ്. എന്താണ് ഈ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാല്? ഗ്രാം അറ്റോമിക് മാസ് എന്താ? ഗ്രാം അറ്റോമിക് മാസ്. അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുന്നതിന്റെ പേരാണെന്ത്? ഗ്രാം അറ്റോമിക് മാസ്. ഇപ്പോ 1 എന്നുള്ളത് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ആണ്. 1 ഗ്രാം എന്ന് പറഞ്ഞാലോ ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ട് മാറി. 1 എന്നുള്ളത് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ആണ്. 1 ഗ്രാം എന്ന് പറഞ്ഞാല് ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ട് മാറി. 12 എന്നുള്ളത് കാർബണിന്റെ അറ്റോമിക് മാസ് ആണ്. അപ്പൊ കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാ? ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12 എന്ന് പറഞ്ഞാൽ പോരാ. എത്രയാണ്? 12 ഗ്രാം. അങ്ങനെ തന്നെ പറയാം കേട്ടോ. അറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ പേരാണെന്ത്? ഗ്രാം അറ്റോമിക് മാസ്. അങ്ങനെയാണെങ്കിൽ ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാ? 16 ഗ്രാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാ? കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ആണ്. അപ്പൊ അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ്?
44 gram. 44 gram. സൾഫ്യൂരിക് ആസിഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാ? 98 gram. 98 ഗ്രാം. അങ്ങനെ ഗ്രാം തന്നെ പറയണം. അപ്പോഴാണ് അത് ഗ്രാം അറ്റോമിക് മാസും ഗ്രാം മോളിക്കുലാർ മാസ് ആയിട്ട് മാറുള്ളൂ. അത് നിങ്ങൾ ഹെഡിങ് എഴുതുക, ഗ്രാം അറ്റോമിക് മാസ് ആൻഡ് ഗ്രാം മോളിക്കുലാർ മാസ്. എന്തായാലും എഴുതുക, അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ്, atomic mass of an element is expressed in gram. Atomic mass of an element is expressed in gram is called gram atomic mass. Is called gram atomic mass. Example, hydrogen 1 gram, carbon 12 gram, sodium 23 gram, etc. അങ്ങനെ ഗ്രാം തന്നെ വേണം, അപ്പോഴാണ് ഗ്രാം അറ്റോമിക് മാസ് ആവുള്ളൂ. ഇനി ഗ്രാം മോളിക്കുലാർ മാസിന്റെ ഡെഫിനിഷൻ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്ക്. സ്വന്തമായിട്ട് എഴുതിയിട്ടൊന്ന് പറഞ്ഞാട്ടെ എങ്ങനെ നിങ്ങൾ എഴുതിയെന്നുള്ളത്. സർ ഗ്രാം അറ്റോമിക് മാസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഗ്രാം അറ്റോമിക് മാസിൽ നമ്മൾ പറഞ്ഞത് അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. എലമെന്റിന്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ അതിന്റെ പേരെന്തായി? ഗ്രാം അറ്റോമിക് മാസ് എന്നായി. പിന്നെ അതിന്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ കുറെ അറ്റോമിക് മാസ് തന്നിക്കണല്ലോ, അതിന്റെ ഒക്കെ കൂടെ ജി എന്നാണ് കൊടുത്താൽ മതി, ഗ്രാം. ഇനി അതേപോലെ നിങ്ങൾ ഗ്രാം മോളിക്കുലാർ മാസ് കാണണം. ഗ്രാം മോളിക്കുലാർ മാസ് എന്താന്ന് എഴുതണം. എന്താ എഴുതണേ? gram molecular mass. The molecular mass of a substance, അത് മോളിക്യൂൾ ആവാം കോമ്പൗണ്ട് ഒക്കെ ആവാം. The molecular mass of a substance expressed in gram, ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. Molecular mass of a substance expressed in gram is called gram molecular mass, GMM. Molecular mass of a substance is expressed in gram is called gram molecular mass, that is GMM. Example, GMM of H2O എത്രയാ? 18 gram. GMM of H2O equal to 18 gram, 18 gram. മോളിക്കുലാർ മാസ് 18 ആണ്. അപ്പൊ ഒരു ഗ്രാം എന്നും കൂടെ കൊടുത്താൽ ഗ്രാം മോളിക്കുലാർ മാസ് ആയി. അതേപോലെ GMM of CO2, 2 എക്സാമ്പിൾ മതി. GMM of CO2. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാ? 44 gram. 44 gram. ഓക്കെ. നമ്മൾ അടുത്ത ഹെഡിങ് മോൾ കൺസെപ്റ്റ് ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇന്നെടുത്തത് മുഴുവൻ വേഗം ഒന്ന് വായിച്ചാ, എന്നിട്ട് അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തു. 5 മിനിറ്റ് സമയമുണ്ട്, വേഗം നോക്ക്. ഡൗട്ട് ഉണ്ടെങ്കിലോ മനസ്സിലാകാത്തുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ പറയണം. നിങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ, പേരെന്ന് ചോദിച്ചിട്ടേ. കാരണം കറക്റ്റ് നിങ്ങളെ പേരാവൂല ചിലപ്പോൾ തിമ്മ ഉണ്ടാവുക. ഏത് സ്കൂളിലായിരുന്നു 10th എന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. സ്ഥലം എവിടെയാണ്, സ്കൂളും പാടം ഒന്ന് പറയാം കേട്ടോ. ഇതിലിപ്പോ ഫസ്റ്റ് അമൃതശ്രീ, നിന്റെ പേരെന്നെയാണോ അത്? അതെ. ഓക്കെ. ഏത് സ്കൂളിലായിരുന്നു? ഞാൻ ചെറൂർ PPTM വൈറ്റ്സ്. PPTM ചെറൂർ അല്ലേ? ഓക്കെ.
അപ്പൊ സ്ഥലം വീട് വേങ്ങര. വേങ്ങര എവിടെ? വേങ്ങര കോട്ടക്കൽ റോഡില്. നമ്മൾ ആറ്റീരി ആ റോട്ടിൽ പോരണം. കൊറേ അങ്ങോട്ട് പോരണോ? കുറ്റാളൂര് കുറച്ച് പോന്നാ മതി. കുറ്റാളൂര് കുറച്ച് പോന്നാ മതി. ഓക്കെ ഫുട്ബോൾ കോർട്ടിനൊക്കെ എടുത്താണ്. അതെ. അപ്പൊ ഈ +1 ഇനി +2 എവിടെയാ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത്? +2 ഞാൻ ചെറിയ സ്കൂളിൽ നോക്കും. അവിടെ കിട്ടിയില്ലേ വേറെ എവിടെയെങ്കിലും നോക്കും. നിങ്ങളെ സ്കൂളിൽ നല്ലതാണ് അവിടെ സയൻസ് ബാച്ച്. എന്റെ കുറെ പരിചയമുള്ള ടീച്ചേഴ്സ് ഉണ്ട് അവിടെ. ഓക്കെ വെരി ഗുഡ്. ദെൻ അടുത്ത രണ്ടാമത്തെ ആള് ഗിരീശൻ പി എന്നുള്ള രൂപത്തിലൂടെ കാണുന്നുണ്ട്. അവന്റെ പേരെന്നാണോ അത്? അല്ല സർ, പവിത്രയാണ്. എന്നാ പറയൂ. അതാണ് ഞാൻ ഇങ്ങനെ അവിടെ ഒന്ന് വായിച്ചത്. പവിത്ര വീട് എവിടെയാ? വീട് യൂണിവേഴ്സിറ്റി ചെനക്കൽ. സ്കൂൾ എവിടെയായിരുന്നു ഇപ്പൊ കഴിഞ്ഞത്? ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ്. ഓക്കെ. ഇനി +2 എവിടെ പോകാനാ താല്പര്യം? അവിടെ തന്നെ നോക്കണം. നാട്ടിൽ തന്നെ നോക്കാച്ചിട്ടാണ്. ഓക്കെ വെരി ഗുഡ്. 10th ട്യൂഷൻ എവിടെയെങ്കിലും പോയിരുന്നാ? ആക്സിസിലായിരുന്നു സർ. ആക്സിസില് ഉണ്ണിമാഷ് അവിടെ ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ ശരി. അടുത്തത് ഗഗൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ, ഒരു ഫോണ് ഗഗൻ എന്നുള്ള പേരിൽ. ആരാള്? ഓക്കെ, എന്റെ പേര് തന്നെയാണ്. ഏത് സ്കൂളിലായിരുന്നു 10th? വീട് അവിടെ തന്നെയാണ്, താമസിക്കുന്നത് അവിടെ തന്നെ. ഓക്കെ ഇനി അവിടെ തന്നെയാണ് +2 നോക്കണത് അല്ലെ? ഓക്കെ വെരി ഗുഡ്. ദെൻ ഉമ്മു ഹബീബ. ഹലോ. പേര് എന്റെ പേരെന്നല്ലേ? അല്ല. എന്നാ പറഞ്ഞോ. എന്റെ പേരെന്താ? ഫാത്തിമ മെഹറിൻ. ഫാത്തിമ മെഹറിൻ. ഏത് സ്കൂളിലായിരുന്നു 10th? ഞാൻ PKM ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. എടരിക്കോട് PKM. അവിടെ നമ്മളൊരു ഇംഗ്ലീഷിന്റെ ഒരു ഹരീഷ് സാർ പഠിപ്പിച്ചിരുന്നു എന്നെ. ഇല്ല. എനിക്ക് ആളറിയോ? ഇല്ല. ഒരു കുറച്ച് ഹൈറ്റ് ഉള്ള ഒരാളായിരുന്നു. ഈ NSSും സ്കൗട്ടൊക്കെ ആയിട്ട് നടക്കുന്ന ആളാ. ഓക്കെ കുഴപ്പമില്ല. നദീർ സാർ ഉണ്ടായിരുന്നോ? നദീർ കെമിസ്ട്രി പഠിപ്പിച്ചിട്ടില്ല, അറിയാം. സ്കൂളുണ്ടായിരുന്നു. ഓക്കെ. ഈ അവിടെ ഇനിയിപ്പോ +2 എന്റെ സ്കൂളിൽ ഉണ്ടാവും നോക്കണ്ടാവും അല്ലെ? ഓക്കെ കുഴപ്പമില്ല, നല്ലതാണ്. വീട് അവിടെ തന്നെ അല്ലേ, കോട്ടക്കല? അല്ല, തിരൂരങ്ങാടി ചെറുമുക്ക് പറയും അവിടെ. ചെറുമുക്ക്. ഓക്കെ അവിടെ ആയിട്ട് വരും. ഓക്കെ വെരി ഗുഡ്. ദെൻ അടുത്തത് വൈഷ്ണവ് JB. എന്റെ പേര് തന്നെയാണോ? അതെ. ഓക്കെ. ഏത് സ്കൂളാ പഠിച്ചിരുന്നത്? ഞാൻ ചേറൂര് PPT. PPT. ഓക്കെ. പിന്നെ 10th പിന്നെ അവിടെ ട്യൂഷൻ പോയിരുന്നു അവിടെ? ഇല്ല, ഞാൻ ട്യൂഷൻ മാത്സിന് മാത്രം ട്യൂഷൻ ഉണ്ട്, പറപ്പൂര്. ഓക്കെ. പിന്നെ +2ലേക്ക് അവിടെ തന്നെ നോക്കാനുള്ള? അവിടെ തന്നെ അവിടെ നോക്കണം, അവിടെ കിട്ടിയ അവിടെ പോകും. ഓക്കെ കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. ദെൻ ഗുഹരാജ് CP. പറയൂ, പേര് പറയൂ. നന്ദന. സ്കൂൾ ഏതായിരുന്നു? GHS തിരുരങ്ങാടി. ഗവൺമെന്റ് സ്കൂളില്. ഓക്കെ. വീട് അവിടെ തന്നെയാണോ? അല്ല, 16. ഓക്കെ. +2 എവിടെ നോക്കണം? നിങ്ങളെ സ്കൂളിൽ തന്നെ നോക്കണ്ടാവും അല്ലെ? ഓക്കെ ഓൾ ദ ബെസ്റ്റ്. അവിടെ തന്നെ കിട്ടട്ടെ കേട്ടോ. ഇനി ഒരു 3 ആളും കൂടെ ഉണ്ടല്ലോ, അവരെ പേരിവിടെ കാണിക്കുന്നില്ല. ഓക്കെ. വിശ്രുത് മനോജ്. പേര് നിന്റെ പേരെന്നാണോ അത്? വിശ്രുത, നീ തന്നെയാണോ ആള്? ഏത് സ്കൂളിലാ പഠിച്ചിരുന്നത്? MES എവിടെ? കുറ്റിപ്പുറം സെൻട്രൽ സ്കൂളിലാ? വീട് എവിടെ? കുറ്റിപ്പുറം തന്നെയാണ്.
അപ്പൊ +2 ഇനിയിപ്പോ എങ്ങനെ സ്റ്റേറ്റിക്ക് മാറോ CBSE അവിടെ തന്നെ നിൽക്കുവോ? സ്റ്റേറ്റ് മാറാൻ നോക്കണം. മാറാൻ നോക്കണല്ലേ? സ്റ്റേറ്റ് ആണ് ഇപ്പൊ എന്റെ അവിടെ അടുത്തിപ്പോ ഐഡിയൽ ഉണ്ടാവും അല്ലേ? നിങ്ങൾ കുറെ ആൾക്കാർ അങ്ങോട്ടല്ലേ പോലെ? അതെ. അല്ലെങ്കിൽ പിന്നെ അവിടെ പൊന്നാനി തൃക്കാവ് സ്കൂളൊക്കെ കയറാൻ പിന്നെ നിങ്ങൾക്ക് അടുത്തുണ്ടാവാം. കുറ്റിപ്പുറം ഗവൺമെന്റ് സ്കൂള്. അതെ സാർ. ഓക്കെ ഓക്കെ. അപ്പൊ അതില് ആ സ്റ്റേറ്റിക്ക് മാറാണെങ്കിൽ ഏതെങ്കിലും കുറ്റിപ്പുറം ഗവൺമെന്റ് സ്കൂൾ കുഴപ്പമില്ല, നല്ല ഓപ്ഷനാണ്. നോക്ക് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഇതില് അർഷാദ്. സാർ. ഈ തന്നെയാണോ അർഷാദ്? ആണ്. ഓക്കെ ഓക്കെ. എന്റെ വീട് എവിടെ? ഇവിടെ വേങ്ങര കോട്ടക റോഡിൽ. വേങ്ങര. സ്കൂൾ ഏതാണ് പഠിച്ചിരുന്നത്? ചെറൂര് PPTM. ചേരൂർ തന്നെയാണ്. PPTM. ഓക്കെ ഓക്കെ. +2 അവിടെ തന്നെ ആവും നോക്കണ്ടാവാ? അതെ അതെ. എനിക്ക് അവിടെ മറ്റേ ഗവൺമെന്റ് സ്കൂൾ നിങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയല്ലേ? ബോയ്സ്. ബോയ്സ്. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഏതായാലും PPTM തന്നെ കിട്ടട്ടെ കേട്ടോ. നോക്ക് നോക്ക്. വേറെ ഇനി ആരും ഞാൻ വിളിക്കാത്തില്ലല്ലോ? അഭിജിത്ത്. യെസ്. ഓക്കെ. അഭിജിത്ത് പറയും. അഭിജിത്ത് തന്നെയാ പേര്. ഓക്കെ ഓക്കെ. വീട് ചേളാരി. ചേളാരിയാണ്. യൂണിവേഴ്സിറ്റി മോഡേൺ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതെ അതെ. +2 അവിടെ തന്നെയാണ് നോക്കണത്? അതെ. ഓക്കെ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. എടാ ഇനി ആരെങ്കിലും ഉണ്ടോ ഞാൻ വിളിക്കാത്തത്? ഇല്ല. ഇപ്പൊ ഏകദേശം ആൾക്കാരൊക്കെ ആയി. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് മുഴുവൻ ചോദിക്കും. നിങ്ങളൊക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നന്നായിട്ട് ചോദ്യം ചോദിക്കും. എന്നിട്ടാണ് അടുത്ത ഏരിയയിലേക്ക് പോവുള്ളൂ. അടുത്ത ക്ലാസ് തന്നെ അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നെടുത്ത മുഴുവൻ ഇന്ന് തന്നെ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഒക്കെ കൂടെ ബേഡൻ ആയിട്ട് മാറ്റരുത്. മാക്സിമം ഇപ്പൊ തന്നെ കവർ ചെയ്യുക കേട്ടോ. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്.